കാസർഗോഡ് ജില്ലയിലെ ലഹരി മാഫിയകളുടെ വേരറുക്കാൻ ലക്ഷ്യമിട്ട് പോലീസ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ശക്തമായി തുടരുന്നു. ലഹരി കേസുകളിൽ നിരന്തരം പ്രതിയാകുന്നവരെ വിചാരണ കൂടാതെ കരുതൽ തടങ്കലിലാക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന കർശന നിയമമായ പിറ്റ് NDPS പ്രകാരം ജില്ലയിൽ ഒരാൾ കൂടി പിടിയിലായി. ചെങ്കള റഹ്മത്ത് നഗർ സ്വദേശിയായ CZ നുമാനെയാണ് വിദ്യാനഗർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ജില്ലയിൽ ഈ നിയമപ്രകാരം അറസ്റ്റിലാകുന്നവരുടെ എണ്ണം 19ആയി. ബജറ്റിനിണങ്ങിയ വിവാഹാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷനുമായി റോഷി ജ്വല്ലറി. ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. റോഷി ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബാങ്ക് റോഡ് ആൻഡ് കോട്ട് റോഡ്, കാസർഗോഡ്. ഫോറെവർ ഷൈൻ. കാസർഗോഡ് ജില്ലയിൽ ലഹരി വിപത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളുമായാണ് പോലീസ് മുന്നോട്ടു പോകുന്നത്. ഇതിന്റെ ഭാഗമായാണ് വീണ്ടും ലഹരി കേസുകളിൽ ഉൾപ്പെടുന്നവർക്കെതിരെ കരുതൽ തടങ്കൽ നിയമം പ്രയോഗിക്കാൻ പോലീസ് തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസം വിദ്യാനഗർ പോലീസ് അറസ്റ്റ് ചെയ്ത ചെങ്കള റഹ്മത്ത് നഗർ സ്വദേശി CZ നുമാനെ പോലീസ് നടപടികൾക്കു ശേഷം തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ബദിയടുക്ക, കാസർഗോഡ്, വിദ്യാനഗർ പോലീസ് സ്റ്റേഷനുകളിലായി 6ഓളം ലഹരി കേസുകളാണ് നുമാനെതിരെ നിലവിലുള്ളത്. ഇതിൽ 4 കേസുകളിൽ ഇയാൾ ഇതിനകം ശിക്ഷിക്കപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ ജയിൽ മോചിതനായ ശേഷവും ലഹരി ഇടപാടുകൾ തുടരുകയും പുതിയ കേസുകളിൽ പ്രതിയാകുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇയാളെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിലൂടെ പൂട്ടിടാൻ പോലീസ് തീരുമാനിച്ചത്. ലഹരി വസ്തുക്കളുടെ കടത്ത്, വിപണനം, വിതരണം എന്നിവയിൽ ഏർപ്പെടുന്നവർക്കെതിരെ വരും ദിവസങ്ങളിലും ഇത്തരം കർശനമായ നിയമ നടപടികൾ തുടരുമെന്ന് കാസർഗോഡ് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.